യാത്ര തുടങ്ങുന്നതിന് മുൻപേ തന്നെ എയർ ഇന്ത്യ പണി തന്നിരിക്കുകയാണ്. 12:15 പോവേണ്ട എയർ ഇന്ത്യ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പോൾ അത് 3:10 ആക്കിയിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറിൻ്റെ ഡിലേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഓരോ പാസഞ്ചറിനും 23 കിലോഗ്രാംസ് ലഗേജ്, അതുപോലെ തന്നെ 7 കിലോഗ്രാം വീതമുള്ള ക്യാരി ഓൺ ലഗേജും നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ 8 വലിയ ബാഗുകളും അതുപോലെ തന്നെ 2 ഹാൻഡ് കാരേജസും എടുത്തിട്ടുണ്ട്. ഹാൻഡ് ലഗേജസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ 188 ആണ്. ആ ഫ്ലൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൂടെ ഞാൻ തരാൻ ശ്രമിക്കാം. അതുപോലെ ഇത്രയും പെട്ടികൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരു വണ്ടിയിൽ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ നെയ്ബർ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ. താങ്ക്സ് ടു സതീഷ് ആൻഡ് മഞ്ജുഷ. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് ലണ്ടൻ ടു ഒണ്ടാരിയോ പിയേഴ്സൺ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഓനെക്സ് അല്ലെങ്കിൽ 1X ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ആക്ച്വലി ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തു. സോ നമുക്കിവിടെ നിന്ന് നേരത്തെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സുകാരെ വിളിച്ച് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈസ കൂടിയിട്ടുണ്ടെങ്കിലും ദാറ്റ് ഡിഡ് എ ഗുഡ് ഹെൽപ്പ്. സോ താങ്ക്സ് 1X. Hi Kinnani, are you ready for the Indian trip? Are you excited for a vacation? What about you, Sachu? Yeah. You're excited for a vacation? Good. We all are excited for a vacation of 40 days. അപ്പോൾ നമ്മൾ ഒരു 40 days വെക്കേഷനാണ് ഇന്ത്യയിലേക്ക് പോകുന്നത്. വി ആർ ഗോയിങ് ആഫ്റ്റർ 5 years. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ലോങ് വെയിറ്റ്. നമ്മൾ ഒരുപാട് നാളായി ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ആസ് എ ഗിഫ്റ്റ് ടു ദ റിലേറ്റീവ്സ്. പിന്നെ ഈ പ്രിപ്പറേഷൻസ് ഒരു ലോങ് പ്രോസസ്സായിരുന്നു. ആസ് ഐ സെഡ്, നമ്മൾ 40 ദിവസത്തേക്ക് വീട് ഒഴിവാക്കി പോകുന്ന സമയത്ത് വി ഹാവ് ടു പ്രിപ്പയർ എ ലോട്ട് ഓഫ് തിങ്സ്. എന്തൊക്കെ സാധനങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം, ഇലക്ട്രിസിറ്റി, ഫർണസ് അല്ലെങ്കിൽ ബാക്ക് യാർഡ്, ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഫിഷ് ടാങ്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ആർ യു എക്സൈറ്റഡ് ടു ഗോ ടു ദ ട്രിപ്പ്? ഓക്കെ, സോ വി ഓൾ ആർ എക്സൈറ്റഡ്. അതുപോലെ നമ്മുടെ നെയ്ബേഴ്സ് ദേ ആർ ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ദി തിങ്സ് ഹിയർ, ലൈക്ക് ദ വാട്ടറിങ് ദ പ്ലാന്റ്സ്. അതുപോലെ തന്നെ സ്നോ ഒക്കെ പെയ്യുകയാണെങ്കിൽ they will inform us. We'll have to do something about it. And we have a fish tank. We have to feed it every day. അതുപോലെ ഇതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യണം 2 weeks കഴിഞ്ഞിട്ട്. സോ ഐ അറേഞ്ച്ഡ് എ സർവീസ് ഫോർ വാട്ടർ ചേഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം, ഇതൊരു ഓട്ടോമാറ്റിക് ഫീഡറാണ്. ഇത് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ദിസ് ഫീഡർ വിൽ പ്രൊവൈഡ് ദ ഫീഡ് ഫോർ ദീസ് ഫിഷ് ഫോർ once a day. സോ ഇതൊരു നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിസ്റ്റമാണ്. അതുപോലെ ഈ ഇതിനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്വേറിയത്തിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഞാനൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഐ ക്യാൻ ആക്സസ് ദിസ് ക്യാമറ എനിവെയർ. അതുപോലെ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്നില്ല, ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഓഫ് ചെയ്യുന്നില്ല. പിന്നെന്താണ്, സോ വി ആർ ഓൾ സെറ്റ് ഫോർ ദ ട്രിപ്പ് ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ അവർ നെയ്ബേഴ്സ്. ദേ ആർ ഗോയിങ് ടു ഡ്രോപ്പ് us. So 1X bus from London to Toronto Pearson Airport reached on time 10:30. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് 3:15 ഫ്ലൈറ്റ് പോകുന്നത്. സോ നമ്മൾ ആക്ച്വലി കൈൻഡ് ഓഫ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഏർലിയാണ്. എനിവേ വേറെ പ്രശ്നങ്ങളോ ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ പിയേഴ്സൺ എയർപോർട്ടിലെത്തി. വി ആർ ഗോയിങ് ടു ട്രാൻസ്പോർട്ട് അവർ ലഗേജസ് ടു Terminal 1. We have to check in and we have to wait for the flight after.
സോ ഞങ്ങൾ ഇപ്പോൾ ടെർമിനൽ 1 ഡിപ്പാർച്ചർ സെക്ഷനിലേക്ക് എത്തി. ഇപ്പോൾ എയർ ഇന്ത്യയുടെ സെക്ഷൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യണം. ലോട്ട് ഓഫ് ബാഗ്സ്. എയർ ഇന്ത്യയുടെ ചെക്കിന് വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ്. Yes. So we successfully completed our security check. Check-in happened before that. Now we are going to the E79 port. സോ നമ്മൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോർട്ടിലേക്കാണ് പോകേണ്ടത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഹാസൽ ഫ്രീ ആയിട്ട് കളഞ്ഞു. ചെക്ക് ഇൻ ചെയ്ത സമയത്ത് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിലുണ്ടായിരുന്ന വാട്ടർ ക്ലിയർ ബോട്ടിലായിരുന്നെങ്കിലും ആ വാട്ടർ അവർ എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗിൽ ക്യാമറ ഉണ്ടായിരുന്നു, അതവർ തറവായിട്ട് ചെക്ക് ചെയ്തിരുന്നു. എൻ്റെ ബാഗിൽ ഒരു ക്യാമറ, ആ ക്യാമറയുടെ ഉള്ളിലൊരു ബാറ്ററി, പിന്നെ ഒരു സെപ്പറേറ്റ് അഡീഷണൽ ബാറ്ററി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാറ്ററി ഒന്നും കളയേണ്ടി വന്നില്ല. ലിഥിയം അയൺ ബാറ്ററീസ് ക്യാമറയുടെയൊക്കെ നമ്മുടെ കയ്യിൽ വയ്ക്കാൻ അലൗഡാണ്. അതേസമയം നമ്മളുടെ ചെക്ക് ഇൻ ബാഗേജിൽ ഇത്തരം ബാറ്ററികൾ ഉണ്ടെങ്കിൽ അതിനെന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സോ നമുക്കിവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ നിന്നുള്ള ബോർഡിംഗ് പാസും അതുപോലെ തന്നെ കൊച്ചിയിലേക്കുള്ള, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഹാസൽ ഫ്രീ ആയിരുന്നു. എക്സെപ്റ്റ് ഫ്ലൈറ്റ് ഡിലേ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സ്റ്റിൽ വി ഹാവ് എൻ എക്സൈറ്റ്മെൻറ്റ് ടു സീ ദ ഫ്ലൈറ്റ്സ്. ദിസ് ഈസ് ഓൾവേസ് അമേസിങ്. സോ നമ്മൾ ഈ പോർട്ടിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ ഈ സാധനം ഇതിനെന്താ പറയുക, എലിവേറ്റർ ഉണ്ടോ എനിക്ക് അതിനോട്. ബി കെയർഫുൾ. You okay? This is a huge help. We can avoid walking the long distances. So ഉള്ള പരിപാടിയാണ്. Let me see. Here is one girl dancing dangerously. Hey, don't do that, it's danger. Okay, that's good, that's enough. ഇനിയും ആളുകൾ ഇപ്പോൾ കാണുന്ന ഒരു കഫറ്റീരിയ ആണ്. നമുക്ക് എല്ലാ എയർപോർട്ടിലും കാണാവുന്ന ആർട്ട് വർക്ക്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, അതെല്ലാം നമുക്ക് ഇവിടെയും കാണാം. പക്ഷേ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ട് ഇത്തരം ആർട്ട് വർക്ക്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. സച്ചു, ക്യാൻ യു മൂവ്? സച്ചു, പ്ലീസ് മൂവ്. സോ കാനഡ പിയേഴ്സൺ എയർപോർട്ട് ഈസ് നോട്ട് ഗിവിംഗ് മച്ച് ഇമ്പോർട്ടൻസ് ടു ആർട്ട് വർക്ക്സ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ്
ബ്യൂട്ടിഫുൾ തിങ്സ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ എയർപോർട്ടാണ്. ഞാൻ മുംബൈ എയർപോർട്ട് വൺസ് പോയ സമയത്ത് അവിടുത്തെ അവരുടെ എന്താ പറയുന്നത് ആർട്ട് വർക്ക്സ്, എസ്പെഷ്യലി ഇൻറ്റേർണൽ അത് ആ സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി, അതെല്ലാം അമേസിങ് ആയിരുന്നു. അത്രയും സ്പെൻഡ് ചെയ്യണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ വർക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് എയർപോർട്ട്സിൽ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഐ കനോട്ട് കമ്പയർ വിത്ത് ലോട്ട് ഓഫ് അതർ. എസ്പെഷ്യലി ദുബായ്, ഖത്തർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഗംഭീരമായിട്ടുള്ള എയർപോർട്ട്സ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ E79 ഗേറ്റ് നോക്കി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു എലിവേറ്ററിൽ കയറിയിട്ട് നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് വന്നപ്പോഴാണ് ഈ പോർട്ട് കാണുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഐ ബിലീവ് ദോസ് ആർ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. യെസ്, ദേ ആർ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. ജ്വല്ലറീസ്, ഹൈ എൻഡ് വാച്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗേറ്റ് E70 ആണ്. ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ ബോർഡ്സ് ഉള്ളത് വളരെ വലിയ ഉപകാരമാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള കഫറ്റീരിയാസ് ഇഷ്ടംപോലെ ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് വി ഹാവ് ടു ഈറ്റ് സംതിങ് ഫ്രം ഹിയർ. അതിനിടയിൽ ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാം. So we are going to E79. It is on the left. അപ്പോൾ അറ്റ് E79 ഗേറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഏരിയ ആണിത്. ഇത് വളരെയധികം വെയിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സീറ്റുകളും അതുപോലെ തന്നെ നമുക്ക് കിയോസ്ക് ഓർഡർ ചെയ്യാനുള്ള, അതായത് സ്പിരിറ്റോ അല്ലെങ്കിൽ ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യാനുള്ള കിയോസ്കുകളുണ്ട്. ടേബിൾസ് ഉണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് കുറേ നേരം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലൈറ്റിൻ്റെ അതായത് അതിൻ്റെ അറൈവൽ ടൈം അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ടൈം, ചെക്ക് ഇൻ ടൈം, അതൊക്കെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള കേബിൾസ് കുത്താനുള്ള സ്ഥലങ്ങളുണ്ട്. ലോട്ട് ഓഫ് സ്പേസ് ടു സെറ്റ്. അതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഐ തോട്ട് അബൌട്ട് വാക്കിംഗ് അറൗണ്ട് ദി എയർപോർട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റ് റൂംസ് സൗകര്യം. സോ ഇത്തരം ഷോപ്പുകളിൽ സാധാരണ സാധനങ്ങൾക്കെല്ലാം നല്ല പ്രൈസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രൈസ് ടാഗ് കാണുന്ന ഓരോ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ രണ്ട് എന്താ പറയുന്നത് നെക്ക് സപ്പോർട്ടിങ് പില്ലോയ്ക്ക് അല്ലെങ്കിൽ നെക്ക് സപ്പോർട്ടിങ് ക്യുഷന് $35. ഇറ്റ്സ് ടു മച്ച് എക്സ്പെൻസീവ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും, ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ടിം ഹോട്ടൻസിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ടിം ഹോട്ടൻസിലെ അത്ര എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല. ഒരു 4 പേർക്ക് $42 ഫോർ എന്താ പറയുന്നത് 4 മഫിൻസ് ആൻഡ് 4 കോഫി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റ്സ് ഓൺലി $42. ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ് എമൗണ്ട്. പിന്നെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും വിത്ത് പ്രീമിയം ബ്രാൻഡ്സ് അവൈലബിൾ. ആളുകളെല്ലാം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് തിരക്കിലാണ്. എവരിബഡി ഈസ് ബിസി ഹിയർ. എല്ലാവരും തിരക്കാണ്. ഇതുപോലെയുള്ള ബോർഡ്സ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റ്സിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് സീ. ഇവിടെ ഒരു ഗുച്ചി ഷോപ്പുണ്ട്. ഗുച്ചി ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം. യു ക്യാൻ സീ സം പ്രൈസസ്, പ്രൈസ് ടാഗ്സ് ഹിയർ, ബ്രാൻഡ്സ് ഹിയർ. വാച്ചുകൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു, അതുകൊണ്ട് ഐ ലൈക്ക് ടു സീ ദം. ഇതിൽ പ്രൈസ് ടാഗ്സ് ഇല്ല, പക്ഷെ ഇതിൻ്റെ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. ടാഗ് ഹിയർ. ദിസ് ഇസ് ലേഡീസ് സെക്ഷൻ. അക്വാറൈസർ. അപ്പോൾ ഇതൊക്കെയാണ് ടൊറൻറ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ട്, പിയേഴ്സൺ എയർപോർട്ടിൻ്റെ
ഉള്ളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. A lot of people checking in E77 and E76 gates. I would like to see the liquor brands here, especially. ഞാൻ നേരത്തെ ഒരു വാച്ച് ആൻഡ് ജ്വല്ലറി ബാഗ് ഷോപ്പിലൊന്ന് കയറിയിരുന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് ഷോപ്പിംഗ് ഓപ്ഷൻസ്, വാഷ്റൂംസ്, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് പിയേഴ്സൺ എയർപോർട്ട്. എനിക്ക് തോന്നുന്നു 5 വർഷം മുൻപ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് എയർപോർട്ടിലുണ്ടായിരുന്നതിനേക്കാൾ കുറേയധികം അമ്യൂണിറ്റീസ് ഇപ്പോൾ കൂടുതലുണ്ടെന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇവിടെ ഇരിക്കാവുന്ന ഈ സീറ്റുകളിൽ നമുക്കിതേപോലെ ആക്സസിബിലിറ്റി ടു ടാബ്ലറ്റ്, അതുപോലെ ചാർജ് ചെയ്യാനുള്ള പോർട്ട്, അത് നമുക്ക് നമ്മുടെ ചാർജിങ് ബ്ലോക്ക്സ് കൊണ്ടുപോയി അത് കുത്തി ചാർജ് ചെയ്യാം. അതല്ലെങ്കിൽ USB കേബിൾ എടുത്താലും മതി. നമ്മൾ ഫുഡൊക്കെ മേടിച്ച് കൊണ്ടുവന്നാൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നീറ്റായിട്ട് ക്ലീനാക്കി ഇട്ട് പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർട്ട് ഓഫ് മാനേഴ്സ്. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യുന്ന സമയമായി. എല്ലാവരും ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനുള്ള ലൈനിൽ നിൽക്കുകയാണ്. 3:10 നമ്മുടെ ഫ്ലൈറ്റ്. സോ ഇറ്റ്സ് ആ നിലയിൽ ഓൺ ടൈമാണിപ്പോൾ. അതുമാത്രമല്ല, ഞങ്ങൾ ഫാമിലി, കിഡ്സ് ആൻഡ് ഞങ്ങൾ 2 പേരും ഈ സീറ്റിലിരുന്ന സമയത്ത് നമ്മളുടെ സ്റ്റാഫ് നമ്മുടെ അടുത്ത് വന്നിട്ട് ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്തു. അതുകൊണ്ട് ഇനി ഹാസൽ ഫ്രീ ആയിട്ട് ഉള്ളിൽ കയറാമെന്ന് കരുതുന്നു. രണ്ടാമതൊരു ചെക്കിങ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഗെറ്റിംഗ് റെഡി. എയർ ഇന്ത്യയുടെ വേറൊരു ഫ്ലൈറ്റ് 178. Infotainment system is not working. പിന്നെ സ്ക്രീനിൽ കുറേ നേരം ട്രൈ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അതുപോലെ ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓൺ ആൻഡ് ഓഫാണ്. അതുപോലെ ഈ പ്ലേറ്റ് ഹോൾഡർ, കപ്പ് ഹോൾഡർ, ഇതൊക്കെ ഒരു സ്റ്റേഡി അല്ല. ഇതൊക്കെ വളരെ പഴയതാണ്. ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. USB പോർട്ട് അവിടെ ഇല്ലാതെ ഡയമെൻഷനാണ്. അതാണ് Get it out. Get it out. Yes. ഇത് ഇവിടുത്തെ സീറ്റിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോളാണ്. ഈ കൺട്രോളൊക്കെ ഈ കൺട്രോളിംഗ് സ്വിച്ചസ് എല്ലാം പോലെ ഇരിക്കുന്ന ഡയമെൻഷനാണ്. എല്ലാം പോയിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇത് കുത്താനുണ്ട് പോർട്ടുണ്ട്. ഈ പോർട്ടിൽ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പിന്നെ സാധനം ഇവിടെ കുത്തിയാലും വർക്ക് ചെയ്യുന്നില്ല.
ഇപ്പോൾ ട്രൈ ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് നമുക്കിവിടെ ഒരു കോമൺ ടെലിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിലൂടെ നമുക്കറിയാൻ പറ്റും. പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റങ്ങൾ ഡാമേജ്ഡ് ആണ്. ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഡിസപ്പോയിന്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും സീറ്റിംഗ് ആണെങ്കിലും നമുക്ക് കുറച്ച് ബാക്കിലേക്ക് തള്ളിയിട്ടല്ല, പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളിയിട്ട് നമുക്ക് കംഫർട്ടബിൾ സീറ്റിംഗ് അല്ല, അപ്പോൾ ഡ്രോബാക്ക് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 5 out of 10 ഒരു ആവറേജ് മാർക്ക് കൊടുക്കാവുന്ന ഒരു ട്രിപ്പാണ്. പിന്നെ ഫ്ലൈറ്റ് ഡിലേഡ് ആയിരുന്നു. ഫ്ലൈറ്റ് ഡിലേഡ് ആണെങ്കിലും 3:10 തന്നെ, അതായത് പിന്നീട് റീഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് 3:10 കയറിയിട്ട് ഏകദേശം 4:45 നമുക്ക് ഫസ്റ്റ് ഡ്രിങ്ക് സർവീസ് ഉണ്ടായത്. സ്റ്റാഫെല്ലാം നല്ല പെരുമാറ്റമാണ്, നല്ല സ്റ്റാഫ് സർവീസാണ്. പക്ഷേ എക്യുപ്മെന്റ്സ് വളരെ പൂറാണ്. എനിവേ, we will update the status after some time. Can you open this? Yeah, one second. So I chose rice and chicken. So rice and chicken is there. It's not a very big amount, but it's still good enough. And there is some kind of bun there and sweet thing and yogurt and water. My kids chose pasta here. I tasted some of the rice and chicken and it tastes good. The food is not too bad. So after we boarded at 10, we got the food at 5:45. So after about 2.5 hours, we got the first food. We got like after 1 hour, we got the first drink. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നത്. ഒരു ലോങ് ഗ്യാപ്പായിരുന്നു. അപ്പോൾ നമ്മൾ എയർ ഇന്ത്യ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓഫ് കോഴ്സ് എയർ ഇന്ത്യ ആയിരുന്നു ഏറ്റവും ചീപ്പായിട്ടുള്ള എമൗണ്ട് ഓഫ് ടിക്കറ്റ് കൊടുത്തിരുന്നത്. കാരണം നമുക്ക് വല്ലപ്പോഴും ഇന്ത്യയിലേക്ക് പോകുമ്പോൾ, എസ്പെഷ്യലി ഫ്രം കാനഡ, നമുക്ക് ടിക്കറ്റ് പ്രൈസ് വളരെയധികം ഹ്യൂജാണ്. എനിക്ക് തോന്നുന്നു $6,000 $6,000 സംതിങ് ആണ്. $6,000 or $8,000 സംതിങ് ആയിട്ടുണ്ട് നമ്മളുടെ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന്, റൗണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. $8,000 ഈസ് എ ഹ്യൂജ് എമൗണ്ട്, റൈറ്റ്? അത് മാത്രമല്ല നമുക്ക് നാട്ടിലേക്ക് പോകുന്ന സമയത്തുള്ള എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട്. സോ വി ചോസ് നോട്ട് ആൻ എക്സ്പെൻസീവ് ഫ്ലൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, എയർ ഇന്ത്യ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാമായിരുന്നു എയർ ഇന്ത്യക്ക് കുറേയധികം ഡ്രോബാക്സ് ഉണ്ട്. എസ്പെഷ്യലി ലൈക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിലേ ആയിരുന്നു. ഒരു 3.5 hours ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കിനും മറ്റു കാര്യങ്ങളെല്ലാം ഹാസൽ ഫ്രീ ആയിരുന്നു. നമുക്ക് നമ്മളുടെ ലഗേജസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ എന്താണ്, ഇൻസൈഡ് ദ ഫ്ലൈറ്റ് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് വൈസ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒട്ടും റിലയബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിങ്ങൾക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് യു ഷുഡ് ഡെഫിനറ്റ്ലി ക്യാരി ഒരു ഹെഡ്ഫോണും ഒരു ടാബ്ലറ്റും അതിൻ്റെ ചാർജറെല്ലാം നിങ്ങൾ മറക്കരുത്. കാരണം നമുക്ക് ഇത്രയധികം ഒരു 20+ hours ട്രാവലിംഗ് ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ് കൊണ്ടുപോയിട്ട് നമുക്കത് വാച്ച് ചെയ്യാൻ സാധിക്കും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇൻ എയർ ഇന്ത്യ ഈസ് നോട്ട് റിലയബിൾ. ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മാസം അല്ലെങ്കിൽ 1 year കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായേക്കാം. പക്ഷേ വി കനോട്ട് എക്സ്പെക്റ്റ് ഇറ്റ് ആസ് ഇംപ്രൂവ്ഡ്. പിന്നെ എന്താണ് വേറെ, അതുപോലെ തന്നെ ലിക്കറിൻ്റെ കാര്യമാണെങ്കിൽ, ലിക്കർ എനിക്ക് വന്ന ഒരു 2 times ആണ് അവർ 2 shots ആണ് ലിക്കർ തരുന്നത്, ഐ ബിലീവ്. ഞാൻ 3ാമത്തെ ഷോട്ട് ചോദിച്ചിട്ട് അവർ വളരെയധികം ഡിലേ ചെയ്യുകയും തരാതിരിക്കുകയും ചെയ്തു. ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഹാവ് ലോട്ട് ഓഫ് ഡ്രിങ്ക്സ് ഇൻ ദ ഫ്ലൈറ്റ്.
അപ്പം പക്ഷേ അവർ വളരെയധികം സ്ട്രിഞ്ചൻ്റ് ആണ് ആ കാര്യത്തിൽ. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യാനായിട്ട്. എയർ ഇന്ത്യ ഈസ് ഓൾവേസ് എ ചീപ്പസ്റ്റ് ഓപ്ഷൻ ടു ട്രാവൽ ടു ഇന്ത്യ ഓർ എനിവെയർ. പക്ഷേ if you have money you can choose Etihad or Lufthansa or those kind of flights. They give better services comparing to Air India. എനിവേ വലിയ പ്രോബ്ലം ഒന്നുമില്ല, അതങ്ങനെ എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഇന്ത്യ ഇസ് നോട്ട് എ ബാഡ് ഓപ്ഷൻ ടു ട്രാവൽ ടു ഇന്ത്യ. നമുക്ക് ആ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന ഇഷ്യൂസ് ആണ്. സോ അതുകൊണ്ട് തന്നെ കൺസിഡറിങ് ദ എമൗണ്ട് വി പേ, ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ ടു ഗോ ഇൻ ടു ട്രാവൽ ഇൻ എയർ ഇന്ത്യ.